സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ സുഹൃത്തുക്കളെ, പ്രഭാത ഭക്ഷണങ്ങളിലെ ഉന്നതൻ ഇഡലിയും സാമ്പാറും. കാലത്തെണീറ്റ് കഴിച്ചാലുണ്ടല്ലോ മരിച്ചിട്ട് ഉയർത്തെണീറ്റ് സുഖമാണ്. ആ പ്ലാസ്റ്റിക് പാത്രം നിങ്ങൾ കണ്ട, അതിന്റെ വക്കിൽ പറ്റിയിരിക്കുന്ന പലതന്തം നിങ്ങൾ കണ്ട. ഇഡലി തയ്യാറാക്കാൻ ഉണ്ടാക്കുന്ന പാത്രത്തിൽ നിങ്ങൾ ബട്ടർഫ്ലൈ കച്ചവടം നടത്തോടാ. പ്ലാസ്റ്റിക്കിൽ രൂപപ്പെട്ട വീപ്പകൾ ചേർത്ത് വെച്ച പിന്നെ അവർ ഇമ്മോർട്ടൽ ആണ്. ഇവർക്ക് ഒരു പ്രാവ് വളർത്തൽ കേന്ദ്രം കൂടിയുണ്ട്. ഇവിടെ പണി കഴിഞ്ഞ വീപ്പയും പാട്ടയൊക്കെ അവിടെ കൊണ്ട് ഈ പ്രാവിന്റെ കാഷ്ടം മാരാൻ ഉപയോഗിക്കും. ഇവിടെ അതെന്താ പെയിന്റ് അടിക്കണ കംപ്രസർ എടുത്തു ചടിച്ചത്. അല്ലേലും ശവപ്പറമ്പിലൊക്കെ എന്താ അപരാധം. ഇങ്ങനെ പോയ വെളിയിൽ നിന്ന് ഒരു കരിങ്ങാലി വെള്ളം പോലും വാങ്ങിച്ചു കുടിക്കാനേ പറ്റൂല. ഇതുവരെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നതൊക്കെ ഓക്കെയാണ്. കാരണം മാവൊഴിച്ച കുഴിയിൽ അവന്മാർ ഇറങ്ങി നിന്നതൊന്നും നമ്മൾ കണ്ടില്ലല്ല. സ്ലൈഡ് നല്ലോല കേറാൻ അവന്മാര് ശമ്പു ഒന്നും പുരട്ടിയില്ലല്ല. എന്റെ മനസ്സിൽ ഇഡ്ഡലിക്ക് നിറം മാലാഗയുടേതാണ്. നല്ല പൂ പോലത്തെ ഇഡ്ഡലിയിൽ ചൂട് സാമ്പാർ ഒഴിച്ച് കുഴച്ചടിക്കുമ്പോൾ സുഖമുണ്ടല്ല. ഹയ്യമ്മ ഹയ്യമ്മ. ഈ ഇഡ്ഡലി കൊള്ളാം, പക്ഷെ ഇത് ഉണ്ടാക്കിയവന്മാര് കൊള്ളൂല. ലോഡ് 1,500 വെച്ച് ഇത് ഇവന്മാർ എവിടെ കൊണ്ടുപോയി തട്ടുവന്നു. നല്ല സുഖമല്ല അതിലിങ്ങനെ പിതുക്കി കളിക്കാനായിട്ട്. ഇങ്ങനെയാണ് ഒരു മനുഷ്യനെ മാനസികമായി ഉപദ്രവിക്കുന്നത്. എടേ, അത് വേസ്റ്റ് ബിൻ തന്നെയുടെ. ഇതാണ് സ്റ്റോറേജ് കണ്ടെയ്നർ എങ്കിൽ കഴിച്ചവര് സത്യം തിരിച്ചറിയും. പ്രപഞ്ച സത്യം.